നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇനി വെറും 2 ദിവസവും ഇന്നും നാളെയും കൂടി മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾക്ക് നിങ്ങൾ നേരെ പോയി ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആരെയൊക്കെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അവരെയൊക്കെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ഇതുവരെയുള്ള വോട്ടിംഗ് നിലവാരം, അത് അൺഒഫീഷ്യൽ പോളുകളും യൂട്യൂബ് പോളുകളും ഒഫീഷ്യൽ പോളുകളും നമുക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം കൂടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ ഒരു അറിവാണ്. ആരാണ് ഇപ്പം ലീഡ് ചെയ്യുന്നത്, ആരാണ് കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഇപ്പോൾ കാണുന്നത്, ആരൊക്കെ താഴോട്ട് പോയി അട്ടിമറി നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ ആരായിരുന്നു? അഭിഷേക് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? ഏറ്റവും അവസാന പൊസിഷനിൽ അഭിഷേക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അഭിഷേക് കുറച്ച് വോട്ട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അഭിഷേക് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? നേരെ 4ാമത്തെ പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അഭിഷേക് 4ാമത്തെ പൊസിഷനിലേക്ക് മാറുമ്പോൾ അവിടെ വോട്ടിനൊരു ഇടിവ് സംഭവിച്ചത് മറ്റാർക്കും അത് മുടിയനാണ്. മുടിയൻ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നു എന്നുള്ളൊരു അറിവാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അത് അൺഒഫീഷ്യൽ പോളുകളായാലും ഈ പറയുന്ന യൂട്യൂബ് പോളുകളിലും നമ്മുടെ ഒഫീഷ്യൽ പോളുകളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നത് മുടിയൻ ഏറ്റവും താഴത്തെ പൊസിഷനിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ മുടിയനും 2ാമത്തെ പൊസിഷനിൽ, അതായത് 4ാമത്തെ പൊസിഷനിൽ അഭിഷേകുമായി. ഇനി 3ാമത്തെ പൊസിഷനിൽ ഒരു മാറ്റവുമല്ല, അവിടെ ഇപ്പോഴും തുടരുന്നത് മറ്റാരുമല്ല, ജാസ്മിൻ തന്നെയാണ്. 3ാം പൊസിഷനിൽ ജാസ്മിൻ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്നലെ തൊട്ട് ശ്രീത് പുറത്തായതിനു ശേഷം നല്ലൊരു രീതിയിലുള്ള വോട്ട് ആർക്ക് കയറുന്നുണ്ട്? നമ്മുടെ അർജുന് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ ഇപ്പോഴും 2ാം പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ 3ാമത്തെ പൊസിഷനിലേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയും സമയങ്ങളുണ്ട്, ഇന്നും നാളെയും സമയമുണ്ട്. വോട്ടിട്ട് ചിലപ്പോൾ കയറി വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ 3ാമത്തെ പൊസിഷനിൽ ആരാണ്? ഈ പറയുന്ന ജാസ്മിനും. 2ാം പൊസിഷനിലും ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു വോട്ട് ഷെയറുമായിട്ട് ആര് വരുന്നുണ്ട്? അർജുൻ കയറി വരുന്നുണ്ട്. അട്ടിമറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അട്ടിമറി നടന്നേക്കാം, പറയാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ടുള്ള ഈ 2 ദിവസം, ഇന്നും നാളെയും വളരെ ക്രൂഷ്യലാണ്. എത്രമാത്രം വോട്ടുകൾ അർജുനന്റെ പേരിലേക്ക് മറിയുമെന്ന് നമുക്കറിയത്തില്ല. ഈ പറയുന്ന ഓൾഡ് കണ്ടസ്റ്റൻസുകൾ പുറത്തിറങ്ങിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യും, ഇവിടെ കൂടി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ കാണുന്നവരെല്ലാം പുറത്തിറങ്ങിയ ഏതാണ്ട് 90% ആൾക്കാർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നത് ആര് ജയിക്കണമെന്നാണ്? ഈ പറയുന്ന അർജുൻ ജയിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട്, അവർക്കൊരു 2% വോട്ടായിക്കോട്ടെ, വെറും 5000 വോട്ടായിക്കോട്ടെ, ഈ 5000 വോട്ട് എന്ത് ചെയ്യണം? ഇവനിലേക്ക് മാറുമ്പോൾ കഥ മാറും. അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. കഥ മാറും. അപ്പൊ 2ാമത്തെ പൊസിഷനിൽ ഇപ്പോഴും നിലകൊള്ളുന്നത് അർജുനാണ്. ടോപ്പ് 1ൽ ഇപ്പോഴും അജയനായി തുടങ്ങുന്ന മറ്റാരും അത് ജിൻഡയാണ് ഇപ്പോഴും നല്ലൊരു വോട്ട് ഷെയർ. അതായത് അർജുനേക്കാളും ഏതാണ്ട് 1 ലക്ഷത്തോളം പരം വോട്ടിന്റെ ഡിഫറൻസ് ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഈ 2 ദിവസമാണുള്ളത്. അട്ടിമറികൾ നടന്നേക്കാം എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജിൻഡോ ഫാൻസ് ഉണ്ടെങ്കിൽ മാക്സിമം വോട്ട് ചെയ്യുക, ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. ഞാൻ ഇന്നലെ എങ്ങനെയാണ് ഈ പറയുന്ന 1ൽ കൂടുതൽ വോട്ടുകൾ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ ഇടാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഒന്നും കൂടി റെഫർ ചെയ്യുക. അറിഞ്ഞുകൂടാത്തവർക്ക് അതുകൊണ്ട് ഷെയർ ചെയ്യുക. അങ്ങനെ മാക്സിമം വോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 ദിവസങ്ങളാണ് അല്ലേ. ഇപ്പോഴെപ്പോൾ ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. മുമ്പ് അവൻ കളിച്ചിരുന്നു, മുമ്പ് അവൻ ഭയങ്കര കളിയായിരുന്നു, ഇവൻ എന്ത് കളിച്ചില്ല, ഇവൻ വാ തുറന്നില്ല, അവൻ മാത്രമല്ലേ കളിച്ചത്, അവിടെ ഇനി അതൊന്നും പറയാൻ നിൽക്കരുത്. ഇനി ഒന്നുമില്ല. ഇനി ആർക്ക് വോട്ട് വന്ന് അവൻ ജയിച്ചു. ഇനിയിപ്പോ ഈ തലേദിവസം വന്നിട്ട് അയ്യേ അർജുൻ അവനെ വാടയായിരുന്നു, അവൻ എന്ത് ചെയ്തു, അവൻ വാ തുറന്നിട്ടേ ഇല്ല, ജിൻഡയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, ജിൻഡയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത്, അല്ലെങ്കിൽ ജാസ്മിൻ ഇന്നതായിരുന്നു, ജാസ്മിനാണ് ഈ ഷോ കൊണ്ടുപോയത് എന്നൊന്നും പറയുന്ന ഒരു കാര്യമില്ല. ഇനി വോട്ടാണ് കാര്യം, മനസ്സിലായോ? ഇനി ആർക്ക് വോട്ടിട്ടുണ്ടോ, അവസാനം ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് അവനാണ് കപ്പ്. അല്ലാതെ ഇനി അവിടെ കിടന്ന് തർക്കിച്ചിട്ടോ എടുത്തിട്ടോ കിടന്ന് അടി കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. വോട്ട് നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് 1ൽ ഇപ്പോഴും ജിൻഡ തന്നെയാണ് കപ്പടിക്കാൻ ഇപ്പോഴും ഒരു 90% ചാൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഇന്നലെ ഞാൻ പറഞ്ഞത് 70%. വീണ്ടും ജിൻഡോയുടെ വോട്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡ ഒരു 90% ചാൻസ്. അർജുന് സ്റ്റിൽ 10% നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ആ 10% വളരെ ക്രൂഷ്യലാണ്, മനസ്സിലായോ? 10% നമ്മളെ ഈ അൺഒഫീഷ്യലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് ഓരോ നിമിഷം കൊണ്ട് ഒരു 10,000 വോട്ട് ടവേനെ മാറിക്കഴിഞ്ഞാലേ ഇതൊക്കെ മാറും. 90 എന്ന് പറയാൻ ഈ പറയുന്ന ജിൻഡോയുടെ 90% പിന്നീട് ജയിക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരും. അവസാനം സീസൺ 1 ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സീസൺ 1 ആവർത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അർജുൻ വോട്ട് ചെയ്യുക. ഞാൻ ഈ 2 പേരും എന്റെ ഫേവറേറ്റ് അല്ല. ആര് ജയിച്ചാലും എത്രയേ ഉള്ളൂ. എനിക്ക് 2 പേരും ഫേവറേറ്റ് അല്ല. 2 പേരും അങ്ങനെ ഒരു കപ്പടിക്കാൻ യോഗ്യമുള്ളവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, മനസ്സിലായോ? അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ എന്താ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ജിൻഡോയോ അർജുനോ ആരോ ജയിക്കട്ടെ, അവിടെ നിങ്ങൾക്ക് ജിൻഡയെ ജയിപ്പിക്കാൻ ആഗ്രഹമുള്ളവർ ജിൻഡയ്ക്ക് വോട്ടിടുകയും
അർജുനെ ജയിപ്പിക്കാൻ ആഗ്രഹമുള്ള അർജുൻ വോട്ട് ചെയ്യുന്നത് മാക്സിമം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത്. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടായിട്ട് എന്താണ് ഇവിടുത്തെ വോട്ടിംഗ് റിസൾട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് വീണ്ടും കാണാം. ശരി.